കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗത്തിന്റെ മരണാനന്തരം കുടുംബത്തിന് ധനസഹായം കൈമാറി. കുന്നത്തുപാലത്ത് സംഘടിപ്പിച്ച പരിപാടി PK ബാപ്പു ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നൽകുന്നത് സഹായധനമല്ല, അദ്ദേഹത്തിന് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹത്തിൻ്റെ അവകാശം ഇന്ന് അദ്ദേഹത്തിന് നൽകുകയാണ്. ഇപ്പോൾ അടുത്ത് ഞങ്ങളുടെ നാട്ടിലൊരു പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ആശ്വാസത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 10 ലക്ഷം ഉറുപ്പികയുള്ള സ്ഥിതിയുണ്ടല്ലോ. അങ്ങനെ ഓരോ വീടുകളിൽ എത്തുമുള്ള ആൾ പ്രയാസപ്പെടുന്ന വീടുകളിലെത്തും വളരെ ഞങ്ങൾ കാണുന്ന ഓരോന്നും കാണുന്നതാണ്. അപ്പോൾ ഇതും ഏത് തരത്തിലായാലും അത് ഒരുപക്ഷെ സമ്പന്നനായിരിക്കാം, പക്ഷേ പദ്ധതിയിലുണ്ടാകും. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാനുള്ള ഒരു സാധ്യതയും കച്ചവടക്കാർക്കില്ല, ഒരു സാധ്യതയുമില്ല. നമ്മളെ ഉപദ്രവിക്കാൻ മാത്രമാണ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുന്നത്. പല തരത്തിലും നമ്മളെ ചൂഷണം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം വന്ന് ഇവിടെ ഒരു കട നഷ്ടപ്പെട്ട്, ഒരു അപകടം സംഭവിച്ച് കട നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കടക്ക് ആനുകൂല്യമില്ല. പക്ഷെ ബിൽഡിങ്ങിനുണ്ടാവും. ഇവിടെ പ്രളയം വന്നില്ലേ, ഉരുളുപൊട്ടൽ വന്നില്ലേ, വയനാട്ടിൽ ഉരുളുപൊട്ടി 62 കച്ചവടക്കാരെ കച്ചവട സ്ഥാപനമടക്കം ഒന്നിച്ചൊലിച്ചു പോയിക്കുന്നു. അതിൽ 6 കച്ചവടക്കാരും മരണപ്പെട്ടു പോയിക്കുന്നു. 6 കച്ചവടക്കാരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷണം നടത്തി, ഞാൻ അവിടെ സ്ഥിരമായിട്ട് അവിടെ താമസ അന്വേഷണം നടത്തിയാണ്. ഓരോ കച്ചവടക്കാരെയും വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. കൃത്യമായി അവരുടെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് പെട്ടെന്ന് തന്നെ സംസ്ഥാന തലത്തിൽ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം അവിടെ വാടകയ്ക്കെടുത്ത് കച്ചവടം ചെയ്യുന്നവന് കച്ചവട സ്ഥാപനത്തിൽ നഷ്ടങ്ങളൊന്നും സംഭവിച്ചാൽ ഒന്നും കിട്ടില്ല. ആ ബിൽഡിങ്ങിന് ഓണർക്ക് കിട്ടും. ഇവിടെ വീട് പോയവർക്ക് നഷ്ടപരിഹാരമുണ്ട്, കൃഷിഭൂമി പോയവർക്കുണ്ട്, വെറും ഭൂമി പോയവർക്കുണ്ട്, തൊഴുത്തിന് പോലും നഷ്ടപരിഹാരം കിട്ടും. പക്ഷേ കച്ചവട സ്ഥാപനത്തിന് അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക്, അവിടുത്തെ സ്റ്റോക്കിന് നഷ്ടപ്പെട്ടു പോയാൽ ഒരു നഷ്ടപരിഹാരം കിട്ടില്ല. ഒളവണ്ണ കുന്നത്തുപാലം യൂണിറ്റിലെ രാധാകൃഷ്ണ ആശ്രമത്തിന് സമീപം എടോളിപ്പറമ്പ് പുൽപ്പറമ്പിൽ വീട്ടിൽ ധനിൽകുമാറിൻ്റെ കുടുംബത്തിനാണ് സംഘടനയുടെ കുടുംബരക്ഷാ പദ്ധതിയായ ആശ്വാസ് പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ കൈമാറിയത്. കുന്നത്തുപാലത്ത് സംഘടിപ്പിച്ച ആശ്വാസ് മെമ്പർമാരുടെ സംഗമത്തിൽ വെച്ച് ആശ്വാസ് കമ്മിറ്റി ചെയർമാൻ MVM കബീർ സഹായധനം കൈമാറി. ആശ്വാസ് പദ്ധതിയിലേക്ക് പുതിയ അംഗത്വ രജിസ്ട്രേഷനും വ്യാപാരികൾക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇവിടെ സംഘടിപ്പിച്ചിരുന്നു.